ഈ എപ്പോഴും സ്ട്രെസ്സുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഈ സ്ട്രെസ് ഉണ്ടല്ലോ, അത് നമ്മുടെ നെർവസ് സിസ്റ്റം നാഡികളെ സ്ട്രോങ്ലി ആയിട്ട് എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു ചെസ്റ്റിനൊക്കെ ഒരു ടൈറ്റുള്ള പോലെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഗ്യാസിന് ഇഷ്യൂസുകൾ നല്ലോണം വരിക, തലവേദന നല്ലോണം വരിക, പിന്നെ അങ്ങനെയുള്ള പല തരത്തിൽ ഹൃദയമിടിപ്പ് കൂടുക, ഇങ്ങനെ പല രീതിയിലുള്ള പല അസ്വസ്ഥതകൾ നമ്മളെ സമയത്ത് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് തോന്നും ഇത് എന്തോ ഒരു അസുഖമാണല്ലോ, ഇത് പെട്ടെന്ന് മരിച്ചു പോകുമല്ലോ, അങ്ങനെയുള്ള പ്രശ്നമാണെന്നുള്ളത്. ഇതിനൊരൊറ്റ ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ. നമ്മുടെ നാഡീ വ്യവസ്ഥ, നമ്മുടെ ഹോർമോണൽ വ്യവസ്ഥ അത് പ്രോപ്പറാക്കുക എന്നുള്ളതാണ്. അത് പ്രോപ്പർ ആകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ മാനസിക അവസ്ഥ എന്ത് ചെയ്യണം, പ്രോപ്പർ ആകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇങ്ങനെ പറഞ്ഞതുപോലെ ഈ ഗ്യാസിന് അസ്വസ്ഥതകളും ശ്വാസം കിട്ടാത്ത പ്രശ്നങ്ങളും ഹൃദയമിടിപ്പ് കൂടക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക എന്തോ ഒരു അസ്വസ്ഥത നിങ്ങൾ നല്ലോണം പിന്തുടരുന്നുണ്ട്, അത് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ അതൊക്കെ ഓക്കെ ആവും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക, നല്ല രീതിയിൽ എക്സസൈസുകൾ ചെയ്യുക, യോഗ ചെയ്യുക, എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കുക, അതുപോലെ ആളുകളുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പ്രശ്നങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറി കിട്ടും.